ശ്രീ റെജി ലൂക്കോസ്, എന്തായാലും ശ്രീ ബി റെജി ഇവിടെ പറഞ്ഞത് ഇത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അത്രമേൽ സോഴ്സ് ഇല്ലാത്ത വാർത്തകളൊന്നുമല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഒരു തർക്കവും വേണ്ട. ഇത് വളരെ കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അത് മാത്രവുമല്ല, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത് ഇതേ സംഘടനയിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നത് മാത്രമല്ല, ഒരു MLA കൂടിയാണ് ഇപ്പോൾ എന്നത് വസ്തുതയായി നിൽക്കുന്നു. ഇവിടെ ശ്രീകുമാർ മനയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസ് പോക്കറ്റുകളിൽ നിന്ന് ചോർന്നു പോകുന്നു എന്നത് വസ്തുതയാണ്. അതൊരു വിഭാഗമെങ്കിലും BJPയോട് അടുക്കുന്നു, മറ്റൊരു വിഭാഗമാകട്ടെ പിണറായി വിജയന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു. അതിനൊരു പരിഹാരം എന്ന നിലയിലേക്കാണ് ചില മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും ഏത് തരത്തിലായിരിക്കും അതിന്റെ പ്രതിഫലനം ഉണ്ടാവുക എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അഭിലാഷ്, നമ്മളിപ്പോ ഈ ചർച്ച പറഞ്ഞ വസ്തുതകള് അവരുടേതായ വീക്ഷണത്തിൽ പറഞ്ഞു. ഇപ്പം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്നത് CPM ആണെന്ന് ഇവിടെ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയാണ് അവരെ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് കേൾക്കാനേ പറ്റുന്നു. പക്ഷെ വിഷയം അതല്ല. സുധാകരനെ 6ാം തവണയാണ് ഈ ഹൈക്കമാൻഡ് അദ്ദേഹത്തിനൊന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് CPM അല്ല, അത് ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന കേരളത്തിന്റെ ചുമതലയുള്ള അവരുടെ നിരീക്ഷകൻ അവർ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ട് സുധാകരൻ ഇന്നലെ ഓൺ ചെയ്തു. അവരെങ്ങനെ കൊടുത്തിട്ടുണ്ട്, എനിക്കെതിരെ അദ്ദേഹം പറഞ്ഞു. അത് കൂടാതെ തന്നെ ഇദ്ദേഹത്തിനോടൊപ്പം മുമ്പോട്ട് പോകാൻ പറ്റിയെന്നുള്ള VD സതീശൻ പലതവണ പറഞ്ഞതായിട്ടും വാർത്തകളുണ്ട്. നിങ്ങൾ മാധ്യമം പുറത്തുവിടുന്ന വാർത്തകളെല്ലാം വസ്തുതാപരമായ കാര്യം. അവർ തമ്മിലുള്ള ശത്രുത നമുക്ക് വളരെ വ്യക്തമായിട്ട് വിസിബിൾ ആയിട്ട് തന്നെ കേരളം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓണയാൽ തന്നെ മാധ്യമങ്ങളുടെ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ സുധാകരനെ കഴിഞ്ഞ ദിവസം വിളിച്ചു. പതിവായി ഡൽഹി പോകുന്ന സുധാകരൻ അടിയന്തരമായിട്ട് അങ്ങോട്ട് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങളോ സുഖവിവരങ്ങളോ അറിയാൻ വേണ്ടിയിട്ടാണോ? മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയോട് ഒപ്പം ആണ് 45 മിനിറ്റ് അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹത്തിനെ മാറ്റുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് നൽകുന്ന പോലെ വാഹനത്തെ കൊണ്ടയാക്കുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മല്ലികാർജ്ജുന സംഘം. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഡൽഹി വെച്ച് നിങ്ങളുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞത് എന്താ? കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഞാൻ ഏത് നിമിഷം ഞാൻ മാറാൻ തയ്യാറാന്ന് പറഞ്ഞു. ആ വ്യക്തി പിറ്റേ ദിവസം രാവിലെ ഇന്നലെ തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞത് ഞാൻ മാറുന്ന വിഷയമേ ഇല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ ഞാൻ മാറത്തില്ല, എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, ഞാൻ രോഗത്തിന് ചികിത്സിച്ചോളാം, രോഗമുള്ളവർ അവരുടെ രോഗം ചികിത്സിക്കട്ടെ, ഞാൻ മാറുന്ന വിഷയമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കണിയ പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അദ്ദേഹം മാറിയെന്ന് പറയേണ്ട കാര്യം എന്തുകൊണ്ടാ? അപ്പൊ ആ ധിക്കാരത്തിന്റെ ധൈര്യം അദ്ദേഹത്തിന് എവിടുന്ന കിട്ടിയേ? അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ താരതമ്യേന ജൂണിലായ ബഹുമാനപ്പെട്ട VD സതീശന്റെ അപ്രമാദിത്യം, ഏകാധിപത്യ ഭാവം, അതിൽ അതൃപ്തരായ ഒരു വലിയ നിര കോൺഗ്രസിന് മുതിർന്ന നേതാക്കന്മാരുണ്ട്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് K മുരളീധരനാണ്. അതുകൊണ്ടല്ല അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞത് ഇദ്ദേഹം മാറേണ്ട ആവശ്യമില്ല, സുധാകരൻ മാറേണ്ട ആവശ്യമില്ല, അദ്ദേഹം നല്ല KPC പ്രസിഡന്റാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വരുമ്പോൾ അദ്ദേഹം അതിനെ നന്നായിട്ട് നയിക്കുമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശശി തരൂർ എന്ന് പറയുന്ന ആൾ ഈ VD സതീശനെതിരാണ്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദം മോഹിച്ചുകൊണ്ട് നടത്തുന്ന നാടകങ്ങൾ നമുക്കറിയാമല്ലോ. MM ഹസൻ, ദേശാടനപക്ഷി എന്ന് വിശേഷിപ്പിച്ച് MM ഹസൻ അദ്ദേഹത്തിനെതിരല്ലേ? ഒരു ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് ഒരു അന്തർദേശീയ മുഖ്യയുള്ള ശശിനെ കുറിച്ച് പറഞ്ഞാരാ? ഇതേ VD സതീശനാ. അപ്പൊ അതേ ഈ സുധാകരന്റെ ധൈര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരുടെ വൻ നിരയാണ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞത് ഇവരുടെ അവസാനത്തെ അധികാര സ്ഥാനം പറഞ്ഞ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് പറയാനുള്ള അദ്ദേഹത്തിന് കിട്ടിയ ധൈര്യം അതാണ്. അവിടാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റു വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു കാര്യവുമില്ല. ദുർബലനും രോഗിയും പ്രായാധിക്യമുള്ള ആൾ, നേരത്തെ സുഹൃത്ത് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് 80 വയസ്സ് പ്രായമുണ്ട്. കാരണം പിണറായി വിജയനേക്കാൾ 1 വയസ്സ് മൂത്ത അദ്ദേഹം പിണറായി വിജയന്റെ സീനിയറായിട്ട് പഠിച്ച ആളാ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ദുർബലനായി മനുഷ്യനെ മാറ്റാൻ പോലും സാധിക്കാതെ ഇന്ന് KC വേണുഗോപാൽ ഞങ്ങൾ ആരും ആലോചിച്ചത് നിങ്ങൾ മാധ്യമം കൊണ്ടുവരണമെന്ന് അറിഞ്ഞു വാർത്ത. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് CPMന്റെ വാർത്തയാണ്. CPM പറഞ്ഞത് കേട്ടാണോ നിങ്ങൾ ന്യൂസ് 8നെ പോലുള്ളവരല്ല വാർത്തകൾ കൊടുക്കുന്നത്? അപ്പൊ നിങ്ങളുടെ സോഴ്സിനും നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്കൊന്നും ഒരു പ്രാധാന്യവും ഇല്ലേ? അതാണ് പറയുന്നത്. ഇവർക്ക് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള VD സതീശനുമായിട്ടുള്ള എതിരുള്ള രണ്ട് പ്രസ്ഥാനവുമായിട്ട് ഈ കോൺഗ്രസ് അകന്നിരിക്കുന്നു. ഒരു കാരണവശാലും VD സതീശന്റെ അപ്രമാദിത്വം അടുത്ത തവണ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന് ഈ നേതാക്കന്മാർ തടയിട്ടിരിക്കുന്നു. അതുകൊണ്ടൊരു സ്പ്ലിറ്റിലേക്ക് ഇത് കടന്നിരിക്കുന്നു. നിങ്ങൾക്ക് താമസത്തിനാ കേൾക്കാം സുധാകരനെ മാറ്റിയാൽ ഈ പാർട്ടി കേരളത്തിൽ രണ്ടായിട്ട് പിരിയും.
അതിന് നേതൃസ്ഥാനത്ത് വരുന്നത് കെ സുധാകരൻ ആയിരിക്കത്തില്ല, അദ്ദേഹത്തിന്റെ കൂടി സമൂഹത്തിലൂടെ ശശി തരൂരോ അല്ല എങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കും. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ ധൈര്യം വരുന്നത്? ഈ കെ സുധാകരൻ എങ്ങനെ ഇതുപോലെ ധിക്കരിച്ച് വാക്കുകൾ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നത്? ഇതാണ് അതിന്റെ വസ്തുത. എന്തിനാണ് അഭിലാഷ് കെ സി വേണുഗോപാൽ നാളെ എത്തേണ്ട കെ സി വേണുഗോപാലെ തിരുവനന്തപുരത്ത് നിന്ന് അടിയന്തരമായിട്ട് ഇന്ന് രാവിലെ പിന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന് ഹൈക്കമാൻഡ് അത്രയും അടിയന്തര പ്രാധാന്യമുണ്ട്? എന്തെങ്കിലും രാഷ്ട്രീയ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടോ? ഇല്ല. പുൽവാമ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൈറ്റിലേക്ക് പോകാനുള്ള ശേഷി അല്ലെ അതിന്റെ അധികാരം കോൺഗ്രസിനാണോ? അല്ല. അപ്പോൾ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ മാറ്റുന്ന തീരുമാനം എടുക്കുന്നതിന് വേണ്ടി കെ സി വേണുഗോപാൽ പറഞ്ഞത് ഈ ധിക്കാരത്തിൽ ഭയന്ന് വിറച്ചുപോയ ഹൈക്കമാൻഡും കെ സി വേണുഗോപാലും ഇന്ന് നേരെ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഒന്ന് ആലോചിച്ചേ, ഇത്ര വിചിത്രമായ ഒരു ദുർബലമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ കേരളത്തിന് തകർന്നു. ഇവരുടെ എന്ത് പരിപാടികളും ഞങ്ങളൊരു കോമഡി ആയിട്ടേ കാണത്തുള്ളൂ. കാരണം അറിയോ, കേരളത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഈ UDF എന്ന് പറയുന്ന സംവിധാനത്തിന് പ്രത്യേകിച്ച് എസ്പെഷ്യലി കോൺഗ്രസ് ചേർത്ത് കൊടുക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ നാടകങ്ങൾ കളിച്ചുകൊണ്ട് തമ്മിൽ നടത്തുന്ന ഒരു പ്രസിഡന്റിനെ പോലും മാറ്റാൻ ശേഷിയില്ലാത്ത ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ അധികാരത്തിൽ എത്തിക്കുമെന്ന്, കേരളത്തിൽ എത്തിക്കുമെന്ന് ചുരുങ്ങി പക്ഷെ അഭിലാഷ് വിചാരിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. തന്നെയുമല്ല, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ KCBCയുടെ പിന്തുണ ഉണ്ടെന്ന്. KCBC എങ്ങനെയാണ് ആന്റോ ആന്റണിയെ പിന്തുണയ്ക്കുന്നത്? ആന്റോ ആന്റണി എന്ന് പറയുന്ന ആള് പെന്തിക്കോസ്റ്റ് സമൂഹമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. ആ വിശ്വാസ പ്രമാണത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കുടുംബവും. ഈ ഇൻവെർട്ടർ കോമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബം. അങ്ങനെയുള്ള ആളെ എങ്ങനെ കേരളത്തിലെ കത്തോലിക്ക സഭ പിന്തുണയ്ക്കുന്നത്? അത് തന്നെയല്ലേ കത്തോലിക്ക സഭ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഇടതുപക്ഷക്കാരാണെങ്കിൽ അത് ജനിച്ചു കൊടുത്തത്. എനിക്ക് എന്റെ എല്ലാ വശം പറയും, ഞാൻ പാലേ താമസിക്കുന്ന ആളാ. അവരൊന്നും ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അകത്ത് കയറി നിങ്ങൾ പ്രസിഡന്റിനെ ആക്കണം സ്ഥാനാർത്ഥിനൊന്നും പറയത്തില്ല. പക്ഷെ അവർ പിന്തുണ കൊടുക്കും. അത് 2016 2021 ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തു. അതിൽ നിന്ന് ഒരു മാറ്റവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം BJP RSS പോലെയുള്ള വർഗീയ ശക്തികൾ കേരളത്തിൽ തേരോട്ടം നടത്താതിരിക്കാനാണ് കേരളത്തിന് മതേതര ഭാവം, ന്യൂനപക്ഷ സംരക്ഷണം CPM-നെ കൊണ്ട് ഇടതുപക്ഷത്തിനെ കൊണ്ട് മാത്രമേ നടക്കുള്ളൂ. ഇവിടുത്തെ മതേതരവാദികൾക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ദുർബലമായ കോൺഗ്രസിലെ കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട ജനങ്ങൾ അവരാരും മണ്ടന്മാരല്ല. ഏതെങ്കിലും ബിഷപ്പ് വല്ലതും പറഞ്ഞാൽ പോലും അവരത് അംഗീകരിക്കത്തില്ല. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പൊ ഈ എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ വിശ്വാസധാരയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ശ്രീ